അമ്പോ ലേറ്റ് ആയിട്ടില്ല, എങ്ങനെയൊക്കെയോ ഓടി ഇവിടെ എത്തി. വീക്കെൻഡാണ്, പുറത്ത് പോകണമെന്ന് നേരത്തെ പറഞ്ഞത്, പക്ഷേ കുറച്ചൊന്ന് ലേറ്റായി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പം. കാരണം സൺഡേ ആണല്ലോ, നമുക്ക് വേറെ 1-2 പരിപാടീസ് ഉള്ളതുകൊണ്ട് എല്ലാം കൂടി ലേറ്റായി. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേഗം അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വേണം, ഓൾറെഡി ഇന്ന് അധികം ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. എനിക്ക് ഫുഡ് ഇഷ്ടപ്പെടുന്ന 1-2 സ്ഥലങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് ഇതുതന്നെയാണ്. കാരണം ഫുഡ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളാണ്, മെനു ആണ്. കുട്ടികൾക്കുള്ള മെനു അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡും ഉണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ട്, അത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ഇതവരെ കോംപ്ലിമെൻ്ററി ആട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ലോലിപോപ്പും അതുപോലെ ബീഫ് ഹണി ചില്ലി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇവരുടെ സ്പെഷ്യൽ ഡിഷാണ്. ഇതാണ് സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്തത്. സ്റ്റാർട്ടേഴ്സിൻ്റെ കൂടെ തന്നെ മെയിനും കൂടെ ഡിഷും കൂടെ ഓർഡർ ചെയ്തു. കാരണം വെച്ചാൽ ഇതന്നെ വരാൻ വേണ്ടി എന്തോരം ടൈം എടുത്തു. കാരണം എന്താണെന്ന് അറിയില്ല, അത് ഞങ്ങൾ പിന്നീട് ചോദിക്കുകയും ചെയ്തായിരുന്നു. അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അധികം അത് പെട്ടെന്ന് തന്നെ കഴിച്ചു തീർന്നു. പിന്നെ അവർ ബാക്കിയുള്ള ഫുഡും കൊണ്ടുവന്നു. അപ്പം പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കൊണ്ടുവന്ന്. ഞാൻ സാധാരണ റൈസ് ഐറ്റംസ് അങ്ങനെ കഴിക്കില്ല. അവരോട് ചോദിക്കുകയാണ് എന്താ ലേറ്റ് ആയതെന്ന്. അപ്പോൾ പറയാണ് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി, അങ്ങോട്ട് ഫുഡ് ഓർഡർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്, സോറിയൊക്കെ പറഞ്ഞ ആൾ പോയിട്ടോ. അപ്പോൾ ഇന്ന് കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ റൈസൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല, കുറച്ചായി റൈസിന് വലിയ താല്പര്യം ഉണ്ടല്ലോ. പണ്ട് ഈ റൈസ് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ഡയറ്റ് പോലും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ന്യൂന് ഫ്രൈഡ് റൈസ് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളത് ഓർഡർ ചെയ്തു. അതിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം അവിടുന്ന് അത്യാവശ്യം നന്നായിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞു. പോകുന്ന വഴിക്ക് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഒന്നും കൂടെ വിശന്നു. പിന്നെ ഇറങ്ങി കഴിക്കാനുള്ള ടൈമില്ല, കാരണം സിംബക്കുട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 1-2 സാധനം ഐസ്ക്രീം വാങ്ങിച്ച് വേഗം ഫ്ലാറ്റിലേക്ക് പോയി. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.